എൻ്റെ പേര് രാജു. ഞാൻ അമ്മാടം പള്ളിപ്പുറത്തുനിന്ന് വരുന്നു. ഞാൻ എൻ്റെ 2 മക്കൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മൂത്ത മകൻ +1 പഠിക്കുന്ന സമയത്ത് അവന് ലോ മാർക്കായിരുന്നു. അപ്പോൾ ഞാനിവിടെ വെള്ളിയാഴ്ച ഈ പ്രയറും അതുപോലെ ഞായറാഴ്ചയും വരാനുണ്ട്. മക്കൾക്ക് അധികം വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് ഇവിടെ വരുമ്പോൾ മൂത്ത മോനും എന്നോട് കൂടെ വന്നു. അവൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയിൽ അവന് 100-ൽ 100 മാർക്ക് കൊടുത്ത് 100 മാർക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ പ്രിയപ്പെട്ടവരെ. ഞായറാഴ്ച ദിവസങ്ങളിൽ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ പരിശുദ്ധാമ്മയുടെ ജപമാല പ്രദർശനമുണ്ട്. ആ ജപമാല പ്രദർശനത്തിൽ ലുത്നിയായുടെ സമയത്ത് 100 കണക്കിന് മക്കൾ മുട്ടുകുത്തി എഴഞ്ഞ് ഇതാ ആ ധ്യാന ഹോളിന്റെ ഫ്രണ്ടിൽ നിന്ന് ഈ അൽത്താരയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഈ അപ്പനുണ്ടല്ലോ ഈ മകന് വേണ്ടി മുട്ടുകുത്തി എഴഞ്ഞ് ഈ അൽത്താരയ്ക്ക് മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചു. ഇതാ മകന് 100-ൽ 100 മാർക്ക് കിട്ടിയിരിക്കുന്നു. കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറയാം. അതിനുശേഷം ഇതുപോലെ തന്നെ ഇവരെ ഇപ്പോൾ ഫൈനൽ പരീക്ഷയായപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഞാനും ഫാമിലി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോഴേക്കും താഴെയുള്ള മകനെ ഈ മുട്ടുത്തി പ്രാർത്ഥിക്കുന്നതിന് വലിയ താല്പര്യമില്ല. അവനിങ്ങനെ അലസമായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. മൂത്ത മകൻ്റെ ഇത് കണ്ടപ്പോൾ അവനും ഒത്തിരി വിശ്വാസം വർദ്ധിച്ചു. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവ് ഒന്ന് നിറയണം, വിശ്വാസം വർദ്ധിക്കണമെന്നാണ്. അങ്ങനെ ഇവരും ഈ പ്രാവശ്യം വന്ന് ഇവിടെ പ്രാർത്ഥിച്ചു. ഞങ്ങളോടൊപ്പം പറ്റുന്ന എല്ലാ ഞായറാഴ്ചകളിലും ജപമാല പ്രാർത്ഥനയിൽ പങ്കെടുക്കും, മുട്ടുമുള്ള പ്രാർത്ഥനയിലും പങ്കെടുക്കും. പിന്നെ ഈ പരീക്ഷാ കാലത്ത് ഇവിടെ വന്ന് അച്ഛൻ്റെ കൈപ്പൊപ്പ് പ്രാർത്ഥനയും അതുപോലെ തൈലാഭിഷേകവും അതുപോലെ തന്നെ പേന എല്ലാം മിഠായിയെല്ലാം വെഞ്ചരിച്ച് കൊടുത്തു. അതിൻ്റെ ഫലമായി മൂത്ത മകൻ ഈ പരീക്ഷാ സമയത്ത് ഭയങ്കര ടെൻഷൻ, അവന് വിറയിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ അവന് റിസൾട്ട് വന്നപ്പോൾ 92% മാർക്ക് കൊടുത്ത് ജെറുസലേം അവൻ അനുഗ്രഹിച്ചു. രണ്ടാമത്തെ മകന് ഇതുപോലെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവനും ഇതുപോലെ തന്നെ ഇവിടെ മുട്ടുമ്പോൾ വന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലം അവന് ഫുൾ A+ കൊടുത്ത് അവന് ദൈവം അനുഗ്രഹിച്ചു.